ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ. അതും ഇപ്പോൾ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ്. സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ കാലം മാറി ഇത്തിരി. ഞാനാണോ മുതിർന്നത്? കണ്ടു കാണുമല്ലോ. അപ്പോൾ ദേവനന്ദ ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്ത വാക്കുകളാണ്. അപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞതിനാണ് ദേവനന്ദ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോള് എന്ത് തെറ്റാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ കുഞ്ഞ് എന്താ പറയുക, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്, ശരിയാണ്. പക്ഷേ ആ പ്രായത്തിൽ കവിഞ്ഞ പക്വത ഓരോ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ മക്കൾക്കും ഉണ്ടാകേണ്ടത് നല്ല കാര്യം തന്നെയാണ്. എന്താ ചോദിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇതായിട്ട് ചെയ്യാനുള്ളൊരു മെച്യൂർ ആയിരിക്കും. അല്ലാതെ ഒന്നും അറിയാതെ ഈ എന്താണ് ആ മോള് പറഞ്ഞ പോലെ തന്നെ ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഈ വരുന്ന കാലത്ത് മക്കളെല്ലാ കാര്യങ്ങളും അറിയണം. ആ മോള് പറഞ്ഞ പോലെ തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് തന്നെ വളരണം. ഇപ്പം നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ അയ്യോ മക്കളെ അറിയിക്കേണ്ട, അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ അവർക്കത് താങ്ങാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും, മാതാപിതാക്കൾ ചിന്തിക്കും. പക്ഷേ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് മക്കളെ എല്ലാം അറിയിച്ച് തന്നെ നമ്മൾ വളർത്തണം. അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഈ ഒരു ഇത് പറഞ്ഞതിന് ആ മോൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് കമൻസുകൾ അങ്ങനെ ആ മോളെക്കുറിച്ച് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വായിൽ കൊള്ളുന്ന വാക്കുകൾ പറയും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചെറിയ വായിൽ വരുന്ന വർത്തമാനങ്ങൾ നോക്കുക, അങ്ങനെ എങ്ങനെ ചെറിയ വായിൽ വരുന്ന വർത്തമാനങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് കൂടുതൽ പക്വതയുള്ളൊരു കുഞ്ഞ് സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനും 2 പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. എൻ്റെ മക്കളും ഇതുപോലെ ഈ ദേവനന്ദയെ പോലെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന, എന്ത് കണ്ടാലും പേടിയില്ലാതെ ചോദ്യം ചെയ്യുന്ന മക്കളായി വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ചില മക്കളുണ്ട് എന്തെങ്കിലും കണ്ട പേടിച്ച് പിന്നോട്ട് മാറി നിന്ന് ആ ഒരു ഇതായിട്ട് വളരരുത് മക്കളെ എന്ന് പറയുമ്പോൾ പക്വതയോടുകൂടി സംസാരിക്കാൻ അറിയണം. ആരുടെ മുമ്പിലും എന്താ പറയുക, ഒരു പേടിയില്ലാതെ നെഞ്ചു വിരിച്ച് നിന്ന് തന്നെ സംസാരിക്കാൻ അറിയണം. എന്തെങ്കിലും പറയുമ്പോഴേക്കും പേടിച്ച് മാറി നിൽക്കേണ്ടതല്ല മക്കളെ. എൻ്റെ മക്കൾക്കും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ മുമ്പിലും സംസാരിക്കാനുള്ള ഒരു ഇത് മക്കൾക്ക് വരണം. എടീന്ന് വിളിച്ച് എടാ എന്ന് വിളിക്കാനുള്ളൊരു ഇത് മക്കൾക്ക് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മോളെ കുറ്റം പറയുന്നവരൊന്നും ഓർക്കണം, ആ മോള് പറഞ്ഞതിൽ യാതൊരു ഇതുമില്ല. ആ മോളിനെ പോലെ ആയിരിക്കണം ഇന്ന് കാലത്തെ പെൺകുട്ടികൾ. അപ്പോഴേ നമുക്ക് എന്ത് വന്നാലും പ്രതികരിക്കാനുള്ളതാവുള്ളൂ. ചെറിയ കുഞ്ഞു മക്കളെ പിച്ച് ചീന്തുന്നവന്മാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ എന്താ പറയുക, ഒന്ന് ഇതായി നിൽക്കണമെങ്കിൽ, ബോൾഡായി നിൽക്കണമെങ്കിൽ ഈ വന്ന കാലത്ത് ഈ മക്കൾക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ഓരോ ഇതും ഉണ്ടായാൽ തന്നെ പറ്റുള്ളൂ. അല്ലാതെ പേടിച്ച് മാറി നിന്ന് എന്തെങ്കിലും ഒന്നും ആവുമ്പോഴേക്കും പേടിച്ച് മാറി നിൽക്കേണ്ട മക്കളായിട്ടല്ല മക്കൾ വളരേണ്ടത്. അപ്പോൾ ഈ മോൾക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ മോളുടെ അച്ഛൻ പറയുന്ന വാക്കുകൾ കുറച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ്. അതായത് ചിലർ കലാപരമായിട്ടും ചിലരും വിദ്യാഭ്യാസപരമായിട്ടും പലതരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് എൻ്റെ മകൾക്ക് നേരിടേണ്ടി വന്നത്. ഇതിലെന്താണ് ഒരു കാരണം എന്ന് വെച്ചാൽ, ഇന്നും മറ്റു പലരും പറയുന്നത് പോലെ മാത്രമേ കുട്ടികൾ സംസാരിക്കാവൂ എന്നാണ് ആ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയായ ഗൂവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൾ പറയുകയുണ്ടായി, പണ്ടത്തെ പോലെയല്ല, ഇന്ന് ഞങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആണ്, ഓവർ ക്യൂട്ട്നെസ് ആയിട്ടല്ല നിൽക്കുന്നത്. കാരണം ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുകയും മുന്നോട്ട് വരികയും തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളും മുന്നോട്ട് വരികയും സംസാരിക്കുകയും, അത് ടീച്ചേഴ്സിനായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, പേരൻസിൻ്റെ അടുത്തായിക്കോട്ടെ, അപ്പോൾ അവരെ സംസാരിക്കുന്നത് നിർത്തുക എന്നതല്ല, അവർ സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടത്. എന്താ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കുറ്റങ്ങൾ പറയുന്ന, അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്ത് നോക്കി അതിലൊരു കമൻസ് ഉണ്ട്, അവരെക്കുറിച്ച് കുറ്റങ്ങളാണ് കൂടുതൽ പറയുന്നതെങ്കിൽ അവരെ ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാകും. അതുപോലെ കുറച്ച് പേരാണ് നല്ലത് പറയാനുണ്ടെങ്കിൽ ആ നല്ലവരെ ഉണ്ടല്ലോ അവരെ തരം താഴ്ത്തി കെട്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. അങ്ങനത്തുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹം. അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള ജീവിതമല്ല ഇപ്പോൾ മക്കൾ ജീവിച്ച് വരേണ്ടത്. ഇപ്പോൾ എന്താ പറയുക, നേരായ മാർഗ്ഗത്തോടെയാണ് മക്കൾ വളരേണ്ടത്. അപ്പോൾ ദേവനന്ദ എന്നൊരു പെൺകുട്ടി ഈ ഒരു കാര്യം
പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ദേവനന്ദ പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതൊന്ന് അറിയിക്കണേ. മക്കൾ ബോൾഡായിട്ട് തന്നെ വളരണം. എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന നല്ല സമൂഹത്തിന് നല്ല മെസ്സേജ് മാത്രം കൊടുക്കുന്ന നല്ല മക്കളായിട്ട് തന്നെ വളരണം. അത് ദേവനന്ദ നല്ലൊരു മാതൃക തന്നെയാണ് ഈ ഒരു സമൂഹത്തിന്. അത്രയും ഇതായിട്ടാണ് ആ മോള് സംസാരിക്കുന്നത്. ആ മോളെ കിട്ടിയ ആ അച്ഛനും അമ്മയും ഭാഗ്യവതിയാണ് എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും നല്ല ബോൾഡ്നെസ് ആയിട്ടാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത്. എന്തായാലും ആ മോൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ഇത് പിടിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ആ മോളുടെ ഇത് കണ്ടിട്ട് ഇത്രയും ഇത് പാടില്ല, ഇത്രയും ക്യൂട്ട്നെസ് ആവണം കുട്ടികൾ, ഇത്രയും പക്വത പാടില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പണ്ടത്തെ ആ ഒരു ഇതും പിടിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഒന്നും നടക്കില്ല. ഇപ്പോഴും കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം എന്നാണ് ചൊല്ലുക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ എന്താണോ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയും വേണം. പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുക അങ്ങനെയുള്ളതൊന്നും നമ്മൾ കേൾക്കാറ് പോലുമില്ല. ഇപ്പോൾ ന്യൂസോ അല്ലെങ്കിൽ പത്രം തുറന്നു നോക്കി ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ ആ മക്കളെ ഒരുപാട് ബോൾഡാക്കിയിട്ട് തന്നെ നമ്മൾ വളർത്തണം. ആര് എന്തിതായാലും നമ്മൾ അവരെ പ്രതികരിക്കാനുള്ള ഒരു ഇതാക്കിയിട്ട് നമ്മൾ വളർത്തണം. എന്ത് പറഞ്ഞാലും തന്നെ അവരോട് നേരിട്ട് തന്നെ, അല്ലെങ്കിൽ പണ്ടൊക്കെ ഉണ്ട് എന്തെങ്കിലും പുറകെ നടന്ന് എന്തെങ്കിലും പിടിക്കുക ചെയ്താൽ ആദ്യം മാതാപിതാക്കളുടെ അടുത്ത് വന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് അവരെ അടിക്കുകയും പിടിക്കുകയും ചെയ്യുക. അതല്ല വേണ്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കാനോ ഉള്ള ആ ഒരു പക്വത മക്കൾക്ക് ഉണ്ടാകണം. ആ ഒരു പക്വതയോടുകൂടി വളർന്നാൽ തന്നെ ഈ വന്ന കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ദേവനന്ദ പറഞ്ഞതിന് 100% ശരി തന്നെയാണ്. അപ്പോൾ ദേവനന്ദയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ദേവനന്ദയുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ടു നോക്കൂ. ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത്. ഒരു 18 അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ്. അതായത് ദേവനന്ദ എന്ന് പറയുന്ന ആള് ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, അതിന്റെ കമന്റുകളും കാണുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടി അത് കാണണം, നമ്മളിങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദേവനന്ദയുടെ അച്ഛൻ പറയുന്നത് ഇത് മോൾ അറിയരുത് എന്ന് പലരും പറഞ്ഞു, അല്ലെങ്കിൽ കമന്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മോൾ അറിഞ്ഞു തന്നെ വളരണം. ഈ സൈബർ ബുള്ളിങ്ങിലൂടെയാണ് ഈ മോള് വരുന്നത് എന്നുള്ളത് ഈ മോൾ അറിയണം. അപ്പോൾ അറിയാതെ അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് അറിയരുത് എന്ന് പറയുന്നവർ സമൂഹത്തിൽ കുഞ്ഞു മക്കളെ പിച്ചി ചിന്തുന്നവരുണ്ട്. അപ്പോൾ അവർ ആ ഇത് തരണം ചെയ്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ ജീവിക്കാൻ ആ മക്കൾക്ക് എന്താ പറയുക, അതിനെക്കുറിച്ച് ആരും പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ആരുമില്ല. അപ്പോൾ ഈ മോൾ ഇത് അറിഞ്ഞത് കൊണ്ട് യാതൊരു സംശയമില്ല. അപ്പോൾ യാതൊരു ഇതുമില്ല, അറിഞ്ഞു തന്നെ വളരണം. ഈ മോൾ ഈ കമൻസുകളെല്ലാം കണ്ടും അറിഞ്ഞു തന്നെ വളരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ എന്താ പറയുക, എല്ലാവരും പറയുന്നുണ്ട് ഈ മോളുടെ അച്ഛൻ്റെ അടുത്ത് ഇത് അറിയുമ്പോൾ ആ മോൾക്ക് തകരും, അല്ലെങ്കിൽ അങ്ങനെ ഇതാകും. അപ്പോൾ പക്ഷേ ആ മോൾ അത് അറിഞ്ഞില്ല. അത് ഓവർ അവൾക്ക് ഓവർ എന്താ പറയുക, ഓരോ മക്കൾക്ക് ഒരുപാട് പക്വതയുണ്ടാകും. ആ ഒരു രീതിയിലാണ് മോൾ. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഇതാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് അറിയുമ്പോൾ ആ മാനസികാവസ്ഥേനെക്കാളും ഈ കമൻസുകളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നേരിടേണ്ടി വരുന്നതെന്നാവുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നങ്ങളോ വിഷമങ്ങളോ വരില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഒരു അവസരത്തിൽ വേറെ ആരെങ്കിലും പറയുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതല്ല വേണ്ടത്. നമ്മൾ അപ് ടു ഡേറ്റ് അപ്പോൾ ഉള്ള കാര്യങ്ങൾ മക്കൾ അറിഞ്ഞു തന്നെ വളരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ദേവനന്ദ അപ്പോൾ മോളുടെ അച്ഛൻ പറയുന്നുണ്ട്, ദേവനന്ദ എല്ലാ കാര്യങ്ങളും അറിയട്ടെ എന്നാണ് മോളുടെ അച്ഛൻ്റെയും അഭിപ്രായം. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോള് വളരണത്. അപ്പോൾ ഇതെന്തായാലും ദേവനന്ദ കിട്ടിയ ആ അച്ഛനും അമ്മയും എന്തായാലും ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ്. അത്രയും നല്ലൊരു മോളെ കിട്ടിയിരിക്കുന്ന. ഓവർ ഇതുണ്ടെങ്കിലും ആൾക്കാർ പറയുന്നത് പറയട്ടെ, ആ മോൾ ഇങ്ങനെ തന്നെ വളരട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ആ മോളെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഓരോ മക്കളും ദേവനന്ദയെ പോലെ ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നല്ല ഓവർ ഇത് എല്ലാവരും പറയുന്നത് ഓവർ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കണം മക്കൾ. ഈ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ എന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ മക്കൾ ധാരണയുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണെന്നുള്ളൊരു ധാരണ മക്കൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊരു ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ദേവനന്ദയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഇത്രയും ഇത് പറഞ്ഞത്. എനിക്ക് ഈ മോളോട് പറയാനുള്ളത്, മോൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം മക്കൾ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഏറ്റവും നല്ലൊരു തന്നെയാണ് ഇത്, ഒരു മെസ്സേജ് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് വളർന്നു വരുന്ന മക്കൾക്കുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.
ബൈ.